അയ്യോ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ എത്രയായാലും ഷേ എന്നൊരു വാക്ക് പോലും പറയരുത് എന്ന് പറയുന്ന അതാണ് നമ്മുടെ ഇസ്ലാമിൻ്റെ ഒരു ഘടന. എല്ലാവരും പറയുന്നത് ഉമ്മയുടെ കാലിൻ്റെ അടിയിലാണ് സ്വർഗം, ഉപ്പയുടെ മടിയിലാണ് തണൽ, അങ്ങനെ ഒക്കെ ഒരുപാട് പറയുന്നുണ്ട്. എല്ലാം ശരി തന്നെയാണ്. വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചു കൊണ്ടിരുന്ന എന്താണ് ഇങ്ങനെ ഒരു പ്രസംഗം ഇറങ്ങാത്തത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുമില്ല ഗേസ്, പലപ്പോഴും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഒരുപാട് വിഷയങ്ങൾ, പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, കേൾക്കുന്നുണ്ട്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലായിടത്തും. അപ്പോൾ പൊതുവെ സമൂഹത്തിൽ പറയുക എങ്ങനെ പറയുക, പൊതുവെ പറയണത് അയ്യോ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ എത്രയായാലും ഷേ എന്നൊരു വാക്ക് പോലും പറയരുത് എന്ന് പറയുന്ന അതാണ് നമ്മുടെ ഇസ്ലാമിൻ്റെ ഒരു ഘടന. പക്ഷേ ഉപ്പയും ഉമ്മയും തെറ്റ് ചെയ്യുകയാണെങ്കിൽ, ഉപ്പയും ഉമ്മയും കടുത്ത തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ തിരിച്ചൊന്നും പറയാൻ പാടില്ല എന്ന് ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വിശദാംശമായിട്ടുള്ള ഒരു പ്രസംഗമോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എല്ലാവരും പറയുന്നത് ഉമ്മയുടെ കാലിൻ്റെ അടിയിലാണ് സ്വർഗം, ഉപ്പയുടെ മടിയിലാണ് തണൽ, അങ്ങനെ ഒക്കെ ഒരുപാട് പറയുന്നുണ്ട്. എല്ലാം ശരി തന്നെയാണ്, നമ്മൾക്കും മക്കളൊക്കെ ഉണ്ട്, അങ്ങനെ തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. പക്ഷേ അവർ ചെയ്യുന്ന തെറ്റിനെ എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അത് ഭയങ്കര വിവാദമായിട്ട് വരും. സ്വന്തം ഉമ്മ ഒരു വലിയൊരു തെറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അത് മകൻ തെറ്റി. പിന്നെ സമൂഹത്തിൽ പറയില്ലോ, ഉമ്മാനെ അല്ലെങ്കിൽ വാപ്പാനെ ഉമ്മാനെ തല്ലിയാൽ രണ്ടഭിപ്രായമാണെന്ന് പറയും. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ആൾക്കാർ പറയുന്നൊരു സംഭവം. പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഹുബ്ബു റസൂൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലിൽ ഞാൻ ഇന്നലെ കണ്ട ഒരു വീഡിയോ ആണ്. വളരെ സന്തോഷവും ദുഃഖവും ഒക്കെ തോന്നി. കാരണം ഇതിന് ആരെങ്കിലും ഒരു ഇസ്ലാമികപരമായിട്ട് ഒരു മതത്തിൻ്റെ കീഴിലുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു ഉസ്താദ് ചുരുക്കി പറഞ്ഞ അദ്ദേഹം തന്നെ അതിനെ വളരെ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ വിശദീകരിച്ച് തരുന്നുണ്ട്. നിങ്ങളതിൻ്റെ ചെറിയൊരു ഭാഗം ഒന്ന് കേട്ട് നോക്കട്ടോ. ഭാര്യ മക്കളും കുടുംബ വീടൊക്കെ തന്നെ പള്ളിക്കകത്തൊന്നും കിടക്കും. രാവിലെ ഒരു വൈകുന്നേരം വരെ പള്ളിയുണ്ട്. ഞാൻ അടുത്തൊരു ചിന്ത പറ്റുമോനെ, എന്നോട് പറയണം സാറേ, ഉമ്മ ജന്മ തന്നുള്ള സത്യം തന്നെ, ഉമ്മയാണ് നോക്കിയത്, പോറ്റി വളർത്തിയ കവരാണ്, ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ജന്മം നൽകിയത് ഉമ്മയാണെങ്കിലും എന്തെങ്കിലും ഒരു സമാധാനം കിട്ടാൻ വേണ്ടി വീട്ടിൽ പോകുമ്പോൾ ഉമ്മയുടെ കയ്യിൽ നിന്നുള്ള ബുദ്ധിമുട്ടാണ് അദ്ദേഹം പറയുന്നത്. അതായത് വീട്ടിൽ നിന്നുള്ള ബുദ്ധിമുട്ട്. ഒരു പ്രശ്നമില്ലാതെ വീടിന് വേണ്ടി രാവും പകലും അധ്വാനിച്ചിട്ട് വീട്ടിൽ സമാധാനത്തോടു കൂടി വരുമ്പോൾ അത് മനസ്സിലാക്കാത്ത ഒരുപാട് മാതാപിതാക്കളുണ്ട്, മക്കളെ മനസ്സിലാക്കാത്തവർ ഒരുപാടുണ്ട്. എന്ത് പറഞ്ഞാലും ഇവർക്ക് വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് ഒരു ന്യായമുണ്ട്. അത് മക്കളല്ലേ, ഞങ്ങൾ പറഞ്ഞതല്ലേ ശരിയെന്ന്. ഞങ്ങൾ പറഞ്ഞത് മാത്രമല്ല ശരി, ലോകത്ത് ശരിയും തെറ്റുമുണ്ട്. അത് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. അത് വലിയവർ ചെയ്താലും കുട്ടികൾ ചെയ്താലും മിഡിൽ ഏജുള്ള ആൾക്കാർ ചെയ്താലും തെറ്റാണ്. അതിനെ സത്യസന്ധമായിട്ട് നല്ല ന്യായത്തോടു കൂടി സത്യസന്ധമായി നല്ല ന്യായത്തോടു കൂടിയിട്ട് നമ്മളതിനെ എതിർക്കുകയാണെങ്കിൽ അവൻ പൊട്ടയായി. കാരണം അത് വയസ്സിന് മൂത്ത ആൾക്കാരോട് ഉപദേശിക്കാൻ പാടില്ലല്ലോ. അവരെന്ത് തെറ്റ് ചെയ്താലും അവർ പറഞ്ഞത് ശരി എന്ന് പറയുന്ന ഒരുപാട് സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഈ ഉസ്താദ് പറഞ്ഞത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. സന്തോഷം എന്ന് പറഞ്ഞാൽ അതിലധികം ആനന്ദിക്കാനല്ല. കാരണം തെറ്റും ശരിയും ജനങ്ങൾ മനസ്സിലാക്കണം ആരായാലും. എന്ത് പ്രശ്നവും പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു സമാധാനം കിട്ടാൻ വേണ്ടി പോകുന്ന സ്ഥലം വീടാണല്ലോ. വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? പലരും കണ്ണു പിടിച്ചിട്ട് ബോധം നഷ്ടപ്പെട്ട് എവിടെ കിടക്കുന്നുണ്ട് ഈ സമാധാനം കിട്ടാൻ വേണ്ടി. എനിക്ക് അതിനെക്കൊണ്ട് കഴിയില്ല, ഞാൻ തീനിലായി ജീവിച്ചു വളർന്നതാണ്. സത്യവും അതുപോലെ തന്നെ നീതിയും അതെന്നും ഉയർന്നു തന്നെ നിൽക്കണം. നമ്മൾ ഈ സമൂഹത്തിൽ തെറ്റായിട്ട് തന്നെ കാണണം, ശരിയായിട്ട് തന്നെ കാണണം. അതിൽ പ്രായവ്യത്യാസം കാണിക്കരുത്. ആരുടെ മുന്നിലായാലും. ഉമ്മയുടെ സമീപനം വല്ലാത്ത വിഷമം കൊണ്ട് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞു പോകുമെന്നുള്ള പേടിയാണ്. കാരണം
ഉമ്മയാണല്ലോ നമ്മുടെ എല്ലാം. ഉമ്മയാണല്ലോ സ്വർഗത്തിന്റെ കവാടം പോലും. ഉമ്മയോടുള്ള ആദരവ് കൊണ്ട് ഏതെങ്കിലും ഒരു ദുർഘടഘട്ടത്തിൽ എന്തെങ്കിലും പറഞ്ഞു പോകുന്നത് പേടിച്ചിട്ട് വീട്ടിൽ ഒട്ടും സമാധാനം കിട്ടാതെ അദ്ദേഹം പള്ളിയുമായി കിടക്കുകയാണ്. പള്ളിയുടെ ഓരം ചേർന്ന് മാട് എന്തെങ്കിലും പറഞ്ഞു പോകുമോ എന്ന് പേടിച്ചിട്ട് പള്ളിയിൽ ചെന്ന് കിടക്കുന്ന മക്കളും ഉണ്ട്. ഇതൊക്കെ ആ ഉസ്താദിൻ്റെ അനുഭവത്തിൽ കൂടെ പറയുന്നൊരു സംഭവമാണ്. അതൊന്ന് ശരിക്കും കേൾക്കണം നിങ്ങൾ. എന്ത് പറഞ്ഞു കൊടുക്കണമെന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം എങ്ങനെ പറയും, ആരോടാണ് ഈ പറയുന്നത്? ഉമ്മമാരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മക്കൾക്ക് നിങ്ങളുടെ മഹത്വം അറിയാം. നിങ്ങൾക്ക് അവരോടുള്ള കടമയും ബാധ്യതയും അറിയോ? അവരോട് നിങ്ങൾക്കൊരു ബാധ്യതയില്ലേ? ഏറ്റവും കുറഞ്ഞത് ഇങ്ങനെങ്കിലും ഒന്ന് ചിന്തിക്കണം. എന്റെ മോൻ സമാധാനമായിട്ട് ഉറങ്ങണമെന്നുള്ള, അവൻ എന്റെ വീട്ടിൽ വന്ന് സമാധാനമായിട്ട് ഞാൻ പോറ്റി വളർത്തിയ മകൻ ഉറങ്ങണമെന്ന് ഏറ്റവും കുറഞ്ഞത് ചിന്തിക്കണം. മക്കളോട് സ്നേഹം കാണിക്കാത്ത മാതാപിതാക്കളും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് പ്രത്യേകം കേൾക്കണം. എന്നിട്ട് നിങ്ങളും ചിന്തിക്കണം. ഒരു കുടുംബം നന്നാവണമെങ്കിൽ മക്കളും ഉപ്പയും ഉമ്മയും ഭാര്യയും അവരുടെ മക്കളും സ്വന്തക്കാരും ബന്ധക്കാരും എല്ലാവരും ചേർന്ന് ഒത്തൊരുമിച്ച് പോയാലാണ് ഒരു ജീവിതം നല്ല രീതിയിലാവുള്ളൂ. അല്ലാതെ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വിദ്വേഷം കാണിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ എല്ലാ വീട്ടിലും നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.